ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 28 നടക്കും. അതേസമയം ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വ്യാഴാഴ്ച വരെ സമയമുണ്ട്. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 28 പുറപ്പെടുവിക്കും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26 രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധന. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച 2023 ഒക്ടോബർ 27 ശേഷം 3,11,805 വോട്ടർമാരാണ് പുതുതായി ചേർന്നത്. തിങ്കളാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 3,88,981 യുവ വോട്ടർമാരാണ് സംസ്ഥാനത്ത് ഉള്ളത്. 18നും 19നും ഇടയിൽ പ്രായമുള്ള സമ്മതിദായകരാണ് യുവ വോട്ടർമാരുടെ വിഭാഗത്തിൽ ഉള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടർമാരാണ് ഇവർ. ഹ്രസ്വ കാലയളവിനുള്ളിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ ഈ വർധന ശരാശരി അടിസ്ഥാനത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപകമായി നടത്തിയ പ്രചാരണ പരിപാടികളും ജില്ലാ ഇലക്ഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിൽ നടത്തിയ പ്രചാരണവുമാണ് യുവാക്കളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കടലാസ് ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയ്ക്കും ഇലക്ടറൽ സാമഗ്രികൾക്കുമുള്ള കടലാസ് ഉപയോഗം കുറയ്ക്കണമെന്ന് കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഇ ബുക്കുകളുടെയും ഇ ഡോക്യുമെന്റുകളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അനുമതികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റായ സുവിധയിലൂടെ അപേക്ഷിക്കാം. സ്ഥാനാർത്ഥികൾ, സ്ഥാനാർത്ഥി പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ, മറ്റുള്ളവർ എന്നിവർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ഇതിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. യോഗങ്ങൾ, ജാഥകൾ നടത്തുന്നതിനുള്ള അനുവാദം, ഉച്ചഭാഷിണിക്കുള്ള അനുമതി, വീഡിയോ വാൻ ഉപയോഗിക്കുന്നതിന് അനുമതി, വാഹനങ്ങൾക്കുള്ള അനുമതി എന്നിങ്ങനെ 27 ഇനങ്ങൾക്കുള്ള അനുമതിക്ക് അപേക്ഷിക്കാൻ വെബ്സൈറ്റിൽ സൌകര്യമുണ്ട്. ചില അനുമതികൾക്ക് പോലീസ് ക്ലിയറൻസ് ആവശ്യമാണ്. ഇതിനായി റിട്ടേണിംഗ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന അനുമതിയുമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ അടച്ച് പരിപാടികൾ നടത്താം. 48 മണിക്കൂർ മുൻപാണ് അപേക്ഷ നൽകേണ്ടത്. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കേന്ദ്രം തിരൂരങ്ങാടി PKM HSS എടരിക്കോടാണ്. ഏപ്രിൽ 3 മൂല്യനിർണ്ണയം ആരംഭിക്കും. 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകർ പങ്കെടുക്കും. SSLC പരീക്ഷ വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു. വാർഷിക മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിതാക്കൾക്ക് പഠന പിന്തുണ ഉറപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് SCERTയിൽ കൂടിയ ആലോചനാ യോഗം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ ക്ലാസ്സിലും നേടേണ്ട ശേഷികൾ വിദ്യാർത്ഥികൾ നേടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ രൂപരേഖയുടെ കരട് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിനായി SCERT വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ശബരിമലയിൽ 10 ദിവസം നീണ്ട പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് പമ്പയിൽ അയ്യപ്പസ്വാമിക്ക് ആറാട്ട് നടന്നു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആറാട്ട് ഘോഷയാത്ര പമ്പയിലെത്തി. വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പമ്പയിൽ അനുഭവപ്പെട്ടത്. 13 ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. മേടമാസ വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഏപ്രിൽ 10 വൈകുന്നേരം 5 തുറക്കും. സംസ്ഥാനത്ത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ പോക്സിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഉയർന്ന താപനില കണക്കിലെടുത്ത് 9 ജില്ലകളിൽ വ്യാഴാഴ്ച വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, ഇടുക്കി, വയനാട്, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.